ഹായ് ഹലോ ഫ്രണ്ട്സ്, ഡൈവേഴ്സ് ഡാസിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ആണ് കേട്ടോ. താങ്ക്സ് ഗിവിംഗ് ഡേ എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വീട്ടിലൊക്കെ വന്ന് ടർക്കി ചിക്കനൊക്കെ വെച്ച് ഗ്രില്ലൊക്കെ അടിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. അതാണ് ഞാൻ കേട്ട അറിവ് അതിനെക്കുറിച്ചിട്ട്. എല്ലാ വർഷവും ഒക്ടോബർ 2ാമത്തെ തിങ്കളാഴ്ച എന്തോ ആണ് ഈ പൊതു അവധി ആഘോഷിക്കുന്നത്. നമുക്കിപ്പോൾ അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്കിന്ന് അവധിയാണ്, ഞങ്ങൾക്കിന്ന് ജോലിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. നയാഗ്രയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ്. എൻ്റെ വീട്ടിലുള്ള 5 പേര് കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും റെഡിയായി. ഇപ്പോൾ സമയം 10:30 ഒരു മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്, മഴക്കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത്. എന്നാലും ഞങ്ങൾ പോവാണ്. ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ തണുപ്പാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഞങ്ങളുടെ വീട്ടിലുള്ള പൂവ് നിങ്ങളെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ. അങ്ങനെ ഞങ്ങളപ്പോൾ ട്രിപ്പ് പോവുകയാണ്. അപ്പം ഞാനിനി നയാഗ്രയുടെ വിശേഷങ്ങളായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. ഓക്കെ. ഞങ്ങൾ അങ്ങനെ നയാഗ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 137 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നിടത്തേക്ക്. 1.5 മണിക്കൂറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൂടെ പോരുന്ന ആൾക്കാർ. സിറിലിലേക്ക് നിങ്ങൾ ഓണത്തിന് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫ്രണ്ടിലുള്ളവരെ ഒന്ന് കാണിച്ചു തരാം. പതിവ് പോലെ മെൽവിന്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. മെൽവിൻ ഈ യാത്രയുടെ ഐശ്വര്യം. പിന്നെ ഷെറിൻ, യൂട്യൂബർ ഷെറിൻ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിൽ 5 പേരില് മെൽവിൻ മാത്രമായിട്ട് ഇതിക്ക് മുമ്പ് നയാഗ്രയിൽ പോയിട്ടുള്ളൂ. നീ ഒന്നും പോയിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് നയാഗ്രയിലേക്ക് പോവാനായിട്ട്. പക്ഷെ ക്ലൈമറ്റ് ഇച്ചിരി ശോകമായതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല അല്ലേ? ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ നയാഗ്ര പോവാനായിട്ട്? അയ്യേ, നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്നിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല ഗൈസ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് തുടർന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ 407 ഹൈവേയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. അത് കാരണം ഞങ്ങൾ ആകെ ഒന്ന് പേടിച്ചിരിക്കുവായിരുന്നു. ഇന്ന് പോകാൻ പറ്റുമോ, ഒന്ന് വരാൻ പറ്റുമോ, എന്തായിരിക്കും എന്ന് ഓർത്ത്. പക്ഷെ ക്ലൈമറ്റ് മാറി മാറി വരുന്നുണ്ട്. പുറത്തെന്താണ് അവസ്ഥ എന്നറിയില്ല കേട്ടോ. ഗ്ലാസ് കയറ്റിയിട്ടേക്കുന്നത് കൊണ്ട് നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ഒരു മൂഡിലാണ്. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് ക്യാരവൻ കണ്ട്. എല്ലാവരും ഇപ്പം ഈ 3 ദിവസം ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ട്രിപ്പ് പോവുകയാണ്. അപ്പം ഞങ്ങളും അങ്ങനെ പോവാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഹാമിൽട്ടണിലെത്തി. ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഇതുപോലത്തെ ഷോപ്സ് വരുന്നുണ്ട്. എല്ലാവരും ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഗൈസ്, ഞങ്ങളങ്ങനെ കോഫിയൊക്കെ കുടിച്ച് തിരിച്ച് യാത്ര തുടരാനായിട്ട് പോവാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റാ. മൂന്നാറൊക്കെ ചെല്ലുമ്പോഴുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അതാ. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഈ ഏരിയയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആകാശത്തിന്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. ഞങ്ങളുടെ നയാഗ്ര ജേർണി ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്.
ഗൈസ് ഞങ്ങൾ അങ്ങനെ നയാഗ്ര എത്തി. ഇവിടെ പാർക്കിങ്ങിൽ വന്നു. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. $35 പാർക്കിംഗ് ഫീ. അതിൽ ടൈം എഴുതിയിരിക്കുന്നത് രാവിലെ 6 മണി മുതൽ വെളുപ്പിന് 12 മണി വരെ എന്നാട്ടോ. അപ്പം അതിനുള്ളിൽ എത്ര ടൈം പാർക്ക് ചെയ്താലും അത്രയും പൈസ തന്നെ വരുള്ളൂ എന്ന് തോന്നുന്നു. എക്സ്ട്രാ ഇത് മേടിക്കില്ല. നല്ല തിരക്കുണ്ട് ഇന്നിവിടെ. പബ്ലിക് ഹോളിഡേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. താങ്ക്സ് ഗിവിംഗ് ഡേയാ. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു നല്ല തിരക്കുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ തിരക്കുള്ള സമയമുണ്ട് കേട്ടോ. കുറവാ. കാര്യം തണുപ്പായി തുടങ്ങി, തണുത്ത കാറ്റാ വീശുന്നത്. അപ്പം അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരൽ കുറഞ്ഞു. എന്നാലും തിരക്കുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. പാർക്കിങ്ങിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഏരിയയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. കണ്ടോ, ഒരുപാട് വണ്ടിയൊന്നുമില്ല. ഇതിവിടെയുള്ള ഹോട്ടലുകളൊക്കെ ആട്ടോ ഈ കാണുന്നേ. അങ്ങനെ എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടിൽ നടക്കുവാണ്. ആ കാണുന്നതാണ് നയാഗ്ര വാട്ടർഫോൾസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി കണ്ടു. അതിൻ്റെ അപ്പുറ സൈഡ് US ആണ്. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. കുറച്ചുണ്ട് നടക്കാനായിട്ട്. അപ്പം ഞാൻ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഓക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം ഞാൻ കാനഡയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് വിസ വന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഓർത്തത് നയാഗ്ര വാട്ടർഫോൾസ് ഒക്കെ നേരിട്ട് കാണാമല്ലോ എന്നോ. കാര്യം നമ്മളിതിൻ്റെ വീഡിയോയും ഫോട്ടോയും മാത്രമാണല്ലോ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുമെന്ന്. അങ്ങനെ അതങ്ങ് സാധിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ. അതേ ബാക്കിലൊക്കെ കണ്ടോ, ആൾക്കാരെ കണ്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഫ്രണ്ടിലേക്കാണെങ്കിലും നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ വ്യൂ കാണുന്നിടത്തേക്ക് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് നയാഗ്ര വാട്ടർഫോൾസ്. ഇതിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ. എന്ത് പവറിലാണ് ഈ വെള്ളം ഒഴുകണമെന്ന് ഒന്നും പറയാനില്ല.
ഗൈസ്, ഇത് US നിന്നുള്ള ബോട്ടാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും. അവിടെ US ഫ്ലാഗ് ഉണ്ട്. ഇതുപോലെ കാനഡയിൽ നിന്നുണ്ട്. വേറെ കളർ റെയിൻ ബോട്ടായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളതിൽ കയറാനായിട്ട് നോക്കണ്ട്. കയറി കഴിഞ്ഞാൽ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. അതാണ് US. അവിടെ നിന്നുള്ള വ്യൂ ആണത്. ഇത്രയും വരെയാണ് ബോട്ട് വരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. കാര്യം ഇവിടം വരെ എത്തി. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഫോണിലേക്കൊക്കെ നമ്മുടെ ദേഹത്തേക്കൊക്കെ നന്നായിട്ട് വെള്ളം തെറിക്കുന്നുണ്ട് ഈ വാട്ടർഫോൾസിൻ്റെ ആ പവർ കൊണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ഒരു മഴവില്ല് ഇതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്കത് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. ആ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളിയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതാണ് US ആ ഏരിയ. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട്. ഞങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഏരിയയിലേക്ക് വന്നേക്കുവാണ്ടോ. ഈ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാനും കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. ഇച്ചിരി ദൂരത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാലും ക്രൗഡില്ല ഇവിടെ കണ്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുക്കുവാണ്. ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ലൊരു ഏരിയ കേട്ടോ. ഞാൻ ജാക്കറ്റ് ഇട്ടു. കാര്യം ഇവിടെ നല്ല തണുപ്പായി തുടങ്ങിയിട്ട്. തണുപ്പല്ല, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ടു. കണ്ടോ, പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. കാര്യം എൻ്റെ മുഖത്തേക്കൊക്കെ വെയിലടിക്കുന്ന കണ്ടില്ലേ. വെയിലും ഉണ്ട്, പക്ഷെ ഒരു തണുത്ത കാറ്റും ഉണ്ട്. അങ്ങനെ എൻ്റെ ചുറ്റുപാട്. ഈ റെസ്റ്റോറൻറ്റ് ഇന്ന് ക്ലോസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആരും ഇല്ല. ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക് ഹോളിഡേ. അത് കാരണം ഇവിടെ ആരും ഇല്ല. പക്ഷെ നമുക്കിവിടെ കയറി നിൽക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇന്ന് തിരക്ക് കുറവുമാണ്. തണുപ്പായി തുടങ്ങിയില്ലേ, അതുകൊണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ല തിരക്കാണ് ആ ഏരിയയിൽ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങളും എടുത്തു കുറേ ഫോട്ടോസ്. ഗൈസ്, ആ വാട്ടർഫോൾസ് US നിന്നുള്ളതാണ്. ആ കാണുന്ന ബിൽഡിംഗ് എല്ലാം US, ഈ സൈഡ് കാനഡ. ഇതാണ് US കാനഡ ബ്രിഡ്ജ്, ഈ വൈറ്റ് കളറിൽ കാണുന്നത്. ഇതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടുത്തത് കാണാൻ പറ്റും. പക്ഷെ അതിൽ കോയിൻ ഇടണം. ഞങ്ങളത് നോക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഗൈസ്, ഞങ്ങളങ്ങനെ ബോട്ടിലേക്ക് കയറാനായിട്ട് പോവാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നില്ല, ആ ബോട്ടിൽ ഞങ്ങൾ കയറുവാണ്. 13 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് 32 CAD ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. പ്ലസ് ടാക്സ് വരും. അതിന് താഴെയുള്ള കുട്ടികൾക്ക് 22-24 അതിലേതൊരു എമൗണ്ട് ആണ്. അപ്പം ഞങ്ങളങ്ങനെ അതിലേക്ക് പോവാണ്. ഞാൻ പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ 5 പേരും ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഓക്കെ, ഇതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. താഴേക്ക് ഇത് ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ വഴി വന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയിട്ടോ. ഞങ്ങൾ കോട്ടൊക്കെ റിമൂവ് ചെയ്തു, ജാക്കറ്റൊക്കെ. ഇപ്പം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതേതായാലും ഞങ്ങൾക്കൊരു ലക്കായി. ക്ലൈമറ്റ് മാറിയോണ്ട് തണുപ്പാർന്നെങ്കിൽ നടക്കില്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ബോട്ടിൽ കയറാനായിട്ട്. നല്ല ക്യൂ ഉണ്ട്.
ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കൽ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമെന്ന് അവർ പറയുന്നത്. നമ്മൾ വന്ന ടീമായിട്ടൊന്ന് ഫോട്ടോ എടുക്കാം. ഇനി ഇവിടെ ക്യൂവിൽ നിൽക്കണം. ഇവിടെ നമ്മുടെ ടിക്കറ്റ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കണം. ബോട്ടിലേക്ക് കയറാനായിട്ട് പോവാണ്. ഇവിടെ നമ്മുടെ ടിക്കറ്റ്, ഈ QR കോഡ്, നമ്മുടെ ടിക്കറ്റിൽ QR കോഡ് ഉണ്ട്. ഇത് നമ്മളിവിടെ സ്കാൻ ചെയ്യണം. താങ്ക് യു. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറുവാണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം നയാഗ്രയിൽ വന്നാൽ ഈ ബോട്ടിലൊന്ന് കയറണം എന്നുള്ളത്. വീഡിയോയിലൊക്കെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളത് കൊണ്ടേ. ഞാൻ ആകെ ഇതാ കണ്ടിട്ടുള്ളൂ നയാഗ്ര വീഡിയോയിൽ കാണുമ്പോൾ തന്നെ. ഫ്ലവർ കണ്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, കോട്ട്. ഞങ്ങളെല്ലാവരും ഈ കോട്ട് ഇടാനായിട്ട് പോണ്. ഓക്കെ, ഞങ്ങളെല്ലാവരും ആ കോട്ട് ഇട്ട് കേട്ടോ. റെഡ് കളറിലെ കോട്ട തന്നിരിക്കുന്നത് കണ്ടോ. നമ്മുടെ പിള്ളേരൊക്കെ കോട്ടിട്ടു. കോട്ടിടൽ തന്നെ ഒരു കോമഡിയാണ് കേട്ടോ. ഭയങ്കര പാടാ ഇത് ഇടാനായിട്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ സാധാ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇതെന്തായാലും ഇതിട്ടാലും നനയും. കാര്യം നല്ല കാറ്റുണ്ട്. പിന്നെ ഒരു പേരിനൊരു കോട്ട് എന്നൊക്കെ പറയാം. എല്ലാവരും കോട്ടിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ കയറാനായിട്ട്. ഇതാണ് ബോട്ട്. ഇതേ കണ്ടോ, ഈ ബോട്ടിൽ കയറാൻ വരുന്ന ആൾക്കാരാണ് ഇത് ഫുള്ള്. ഇത് ഫുള്ളായി കഴിയുമ്പോഴേ ഇവിടെ നിന്ന് പോകുന്നത്. ഇതാണ് US കാനഡ ബ്രിഡ്ജ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് മുകളിലും കയറാം, താഴെ ഇരിക്കാൻ തോന്നുന്നു. ഞങ്ങൾ മുകളിലേക്കാണ് പോകുന്നത്. ആദ്യം മുകളിൽ ഫില്ലാവും, അതിനുശേഷം താഴെ ഇരിക്കാം. അപ്പോൾ എല്ലാവരും ആദ്യമേ മുകളിലേക്കാണ് പോകുള്ളൂ. അപ്പോൾ നല്ല വ്യൂ ആയിരിക്കുമല്ലോ. അത് US-ൽ നിന്നുള്ള, നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് US-ൽ നിന്നുള്ള ബോട്ടാണേ. ഞാൻ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും. ബോട്ടൊക്കെ ആകെ നനഞ്ഞു കിടക്കുക ഇതിന് മുമ്പത്തെ പോയത് കൊണ്ട്. നല്ല ആൾക്കാരായി എല്ലാവരും. നല്ല വ്യൂ കിട്ടാനായിട്ട് സൈഡിൽ ഒക്കെ പോയി നിൽക്കുവാണ്. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്നു കേട്ടോ. ഞാൻ ആദ്യം ആ ഒരു മുകളിൽ നിന്ന് വീഡിയോ എടുത്ത് ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പയ്യെ എന്ന് തോന്നുന്നു. ആ, ഇതാണ് എല്ലാവരും ഇതേ കണ്ടോ. നല്ല കാറ്റാണ് കേട്ടോ. ബോട്ട് പയ്യെ മൂവ് ചെയ്യേണ്ട തോന്നണു, മനസ്സിലാവുന്നില്ല. ആ, മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല. ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. കാര്യം നല്ല കാറ്റുണ്ട്, ഫോൺ ചാടി പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എന്തൊക്കെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ആ, ബോട്ട് മൂവായി തുടങ്ങി. അതിന്റെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നത്.
ഞങ്ങൾ അങ്ങനെ ബോട്ടിൽ കയറി വന്നു കേട്ടോ. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഇത് മിസ് ചെയ്തായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. ഞങ്ങൾ നനഞ്ഞു കുളിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങേയറ്റം വരെ പോയായിരുന്നു. പക്ഷെ അവിടെ വരെ ഞാൻ വീഡിയോ എടുത്തില്ല. എന്നാന്ന് വെച്ചാൽ മഴയത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഒരു അവസ്ഥയുണ്ടല്ലോ, നനഞ്ഞു കുളിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. ഫോൺ ഫുള്ള് നനഞ്ഞു, ഞാൻ ഫുള്ള് നനയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഫോൺ ചാടി പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റി. ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? വന്നില്ലെങ്കിൽ നഷ്ടമായി പോയേനില്ല. കാര്യം മെൽവിൻ ഇരിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലും മെൽവിൻ ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറിയത്. ഷെറി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചിരുന്നു. പക്ഷെ ഷെറിന് അത് വന്നില്ലെങ്കിൽ നഷ്ടമായി പോയെന്ന് ഷെറിന് ഇപ്പൊ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, കൈയൊക്കെ നല്ല ഫ്രീസായിട്ട് നിൽക്കുക. നല്ല തണുത്ത വെള്ളം, ഡ്രസ്സൊക്കെ നനഞ്ഞു നന്നായിട്ട്. ഇനിയിപ്പോൾ നല്ലൊരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടും. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഈ വാട്ടർഫോൾസിന്റെ അടുത്ത് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അത് ഇവിടെ സ്കൈ വീലുണ്ട്, സിപ്പ് ലൈൻ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റാണ് ഇത്. പോരാതേനൊന്ന് അവധി ദിവസം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ആ സ്കൈ വീല് കയറാനായിട്ട് ഇവിടെ ആ ടിക്കറ്റൊക്കെ എടുക്കണ്ടേ. ഇവിടുത്തെ ഈ ബിൽഡിങ്ങിന്റെ ഷേപ്പ് കണ്ടോ നിങ്ങള്? ഒരു ബിൽഡിംഗ് മറഞ്ഞു കിടക്കുന്ന പോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. ഇവിടെ അതുപോലെ തന്നെ എന്തൊക്കെയോ ഗെയിംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ ചെയ്യാനായിട്ട്. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. കാര്യം നമുക്ക് ബോറടിക്കില്ല നയഗ്രയിൽ വന്നു കഴിഞ്ഞാൽ. വാട്ടർഫോൾസ് മാത്രമല്ല, ഞാൻ അവിടെ നിന്ന് ആദ്യം വന്നപ്പോൾ 1-2 ആക്ടിവിറ്റീസ് ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. ഞങ്ങളുടെ കേസിൽ ക്ലൈമറ്റ് വളരെ നല്ലതായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലതായിരുന്നു. കാര്യം ഇന്നലെയൊക്കെ ഞങ്ങളുടെ മഴയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വെതർ നോക്കിയപ്പോഴും ഇവിടെ മഴയും തണുപ്പും ഒക്കെയാണ് കാണിച്ചത്. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ട് ഇപ്പോൾ. ജാക്കറ്റൊക്കെ എല്ലാവരും ഊരി തുടങ്ങി. നല്ല ക്ലൈമറ്റാണ്. ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കും. ഗൈസ്, ഞങ്ങളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നു എല്ലാവരും. എങ്ങനെയുണ്ട് ഫുഡ്? അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നയാഗ്രയിൽ നിന്ന് പോവാന്നാണ്. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് അടുത്ത സ്ഥലത്തേക്ക്, ഹാമിൽട്ടണിലേക്കോ എവിടെയെങ്കിലും പോവാണ്. അടുത്ത ടൂറിസ്റ്റ് അട്രാക്ഷൻസ് തേടി നടക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നയാഗ്രയിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കീ ചെയിൻ ആയിട്ടും ഫോട്ടോ ഫ്രെയിമൊക്കെ ആയിട്ടും. പക്ഷെ നല്ല വിലയാണ് കേട്ടോ. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അതിനടുത്തുള്ള ഷോപ്സിലൊക്കെ നല്ല റേറ്റ് കാണുമല്ലോ അത്യാവശ്യം. അതിന് വിലയൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്ത് മേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നടക്കുകയാണ്. നയാഗ്രയിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കീ ചെയിൻ മേടിച്ചിട്ടോ. നമുക്ക് വീട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കാമല്ലോ നമ്മളിവിടെ വന്നതിൻ്റെ അല്ലേ. യെസ്. അപ്പം നമ്മളിവിടെ നിന്ന് ഇനി ഹാമിൽട്ടണിലേക്ക് പോവാണ്. വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട്, കുറച്ചധികം നടക്കാനുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്ത് നോക്കാം. ഓക്കെ. ഞങ്ങളങ്ങനെ ചെറുതായിട്ട് ഒരു തീരുമാനം മാറ്റി. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്കൈ വീല് കണ്ടോ?
ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് കയറാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് മുകളിൽ കൂടെ കയറുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കാണാമല്ലോ നയാഗ്രയുടെ. അപ്പോൾ ഞങ്ങൾ അതിൽ കയറാൻ പോവാണ്. അതിനൊരാൾക്ക് ടിക്കറ്റിന് $15 വരുന്നത്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ 8 പേർക്ക് കയറാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 പേര് അതിൽ കയറാൻ പോവാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നല്ല തിരക്കുണ്ട് കേട്ടോ അതിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇരുട്ടാവും തോറും ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ഓൺ ആവും. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നല്ല തിരക്കുണ്ട് ഇവിടെ, നല്ല തിരക്കായി. 10 മിനിറ്റേ ഉള്ളൂ പക്ഷേ ഇത്. എങ്കിലും ഈ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറാൻ തീരുമാനിച്ചത്. കണ്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പം ഞാനത് കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വ്യൂ. ഓക്കെ, ഞങ്ങളങ്ങനെ സ്കൈ കയറി കഴിഞ്ഞു. നന്നായിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ല, ഇത് ശരിക്കും മൂവ് ചെയ്യണതല്ല, ഫില്ല് ചെയ്യണതല്ലേ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ സ്കൈ വീലിൽ കയറി ഇറങ്ങി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മുടെ ഇവിടെ ഉള്ള ഈ ചുറ്റുപാടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ കണ്ടു. നയാഗ്ര വെള്ളച്ചാട്ടം താഴേന്നും കണ്ടു, മുകളിൽ നിന്നുള്ള വ്യൂവും കണ്ടു. പിന്നെ ഈ ഏരിയയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് അത് മൊത്തം ഞാൻ കണ്ടു. കാര്യം ഞങ്ങൾ ഈ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമ്മൾക്ക് അറിയില്ലായിരുന്നു. മുകളിൽ നോക്കിയപ്പോഴാണ് ഓ അവിടെ ഇവിടെയൊക്കെ ആ ഒരു ഗെയിം ഈ ഗെയിം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായേ. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ, വേഗം കഴിഞ്ഞ പോലെ ഫീൽ ചെയ്തു. കാര്യം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേക്ക്. എങ്കിലും ഇവിടെ വരുന്നവർ സ്കൈ വീൽ കൂടെ ട്രൈ ചെയ്യണം കേട്ടോ. $15 വരുന്നുള്ളൂ ഒരാൾക്ക്, പ്ലസ് ടാക്സും കൂടെ വരും. $15 വരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങൾ വേറെ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ പോവാണ്, ഹാമിൽട്ടണിലേക്ക് പോവാണ്. ഓക്കെ, അച്ഛൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ്. നല്ലതായിരുന്നില്ലേ? ആദ്യം കയറാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൈ വീലിൽ ഇരിക്കുമ്പോൾ കയറിയത് വണ്ടർലല്ല കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കയറുന്നത് ഇവിടെയാണ്. കൊള്ളാം, നീ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്ട്രീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഞങ്ങൾ കേംബ്രിഡ്ജിലാണ് താമസിക്കുന്നത്. അവിടെ ഇത്ര ആൾക്കാരൊന്നുമില്ല, ഒരു വില്ലേജിൽ താമസിക്കുന്ന പോലെ. പക്ഷെ ഇവിടെ നല്ല അടിപൊളി സ്ട്രീറ്റാണ്, അതെനിക്കും ഇഷ്ടപ്പെട്ടു. ഈ സ്ട്രീറ്റ് തന്നെ കണ്ടു, ഒത്തിരി ആൾക്കാരുണ്ട്, നല്ലൊരു തിരക്കും ഉള്ള സ്ഥലമൊക്കെയാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ ഇപ്പോൾ അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മിസിസാഗ സൈഡിലാണിത്. ഇവിടെ നമ്മൾ കാടിന് നടുക്കേ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അവിടെ ഒരു മലമുകളിൽ ടൊറൻറ്റോ സൈഡ് ഫുള്ള് കാണാൻ പറ്റും. നല്ല വ്യൂ ആണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ 5 പേരും കൂടെ അത് കാണാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ജാക്കറ്റ് കിട്ടാൻ ഞങ്ങൾ നടക്കുന്നത്. ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ 5 പേര് മാത്രമേ ഇതിൽ കൂടെ നടക്കുന്നുള്ളൂ. നല്ല ഇരുട്ടാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല, ഇവിടെ എല്ലായിടത്തും ലൈറ്റൊന്നുമില്ല. ഇതാണ് ചുറ്റുപാട്. ഗൈസ്, ഞങ്ങളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ ഒരു ഭംഗി. നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലുള്ള അത്ര ക്ലാരിറ്റി ഇതിൽ കിട്ടുള്ള. ടൊറൻറ്റോയാണ് ഈ ഫുള്ള് കാണുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു തടാകം, ലേക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ആരുമില്ല, ഞങ്ങൾ 5 പേരെ ഇവിടെ ഉള്ളൂ. ഒത്തിരി നടന്നിട്ട് ഞങ്ങളിവിടെ എത്തി. ഇരുട്ടത്തേക്കൂടെ നടന്ന് അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. നയാഗ്രയുടെ നേരെ വേറൊരു വൈബ്. പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റിൽ
അതായത് ഓരോ സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതെ ആരോ ഇട്ടേക്കുന്ന ആ ഭാഗത്തേക്കും ആയിരിക്കും ആ സ്ഥലം എന്നാ പറയുന്നത്. കെയ്റോ എടുക്കുവാണെങ്കിൽ അത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക്. ഇവിടെ ഇതുപോലെ ഇന്ത്യ കേരള എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ആരോ കളഞ്ഞു, അതുകൊണ്ട് അതില്ല. ഇതൊരു വലിയ പോസ്റ്റില്. ഇവിടെ ഒട്ടും വെളിച്ചമില്ല കേട്ടോ, നമുക്കല്ലാതെ കാണാൻ പറ്റും. മൗണ്ട് എവറസ്റ്റ് ഉണ്ട് മുകളില്. ഇതിപ്പോ ഇത്രയും നിങ്ങൾ കാണുന്നത് ഞാൻ ഈ ഫോണിന്റെ ടോർച്ച്, വേറെ ഒരു ടോർച്ച് വെച്ച് അടിച്ചിട്ടാ ഇത്രയെങ്കിലും വെളിച്ചം കിട്ടുന്നത്. ഇത് ചുറ്റും ഇങ്ങനെയാണ്, ചുറ്റും ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ നമ്മളൊരു പോയിന്റിലെത്തി. അടിപൊളി വ്യൂ ആണ്, ഒന്നും പറയാനില്ല. കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഇങ്ങനെ കണ്ടോ, ഇത് ഇങ്ങനത്തെയൊക്കെ വഴിയാണ് കേട്ടോ, പ്രോപ്പറായിട്ടുള്ളൊരു നല്ല വഴിയൊന്നും അല്ല. അധികം ആരും വരുന്നില്ല, എനിക്ക് തോന്നുന്നു അധികം ആർക്കും ഇത് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആരും ഇല്ല. കണ്ടോ, ഫുള്ള് കാടാണ്. അത് ഞാൻ ടോർച്ചിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് വന്നൊഴുകി പേടിയുണ്ടായിരുന്നു. ഇവർ കരടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു, അതുകൊണ്ട് പേടിയുണ്ടായി. പക്ഷെ കുഴപ്പമില്ല. അതേ കണ്ടോ, വെള്ളമാണ് കാണുന്നത്. ഗൈസ്, ഞങ്ങളുടെ ട്രിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങി രാവിലെ 10 മണി വരെയുള്ളൊരു ടൂറായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ 3 സംഭവം ചെയ്തത്. ഒന്ന് മറ്റേ ബോട്ടിൽ കയറി, നയാഗ്ര വാട്ടർഫോൾസിലെ ബോട്ടിൽ കയറി, പിന്നെ സ്കൈ വീലിൽ പോയി, പിന്നെ ഈ വ്യൂ പോയിന്റ്. ഇതിന്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല, കാര്യം വീഡിയോയിൽ ഇരുട്ടായത് കൊണ്ടേ അധികം നന്നായിട്ട് വരുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു, വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ ട്രിപ്പ്? അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ താങ്ക്സ് ഗിവിംഗ് ഡേ അതല്ലേ ഇത്, അത് അടിച്ചു പൊളിച്ചു ഞങ്ങള്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരേക്കും ബൈ ബൈ.